ഗീസ് ഞാൻ ജീവനോടെ ഉണ്ട്, അതൊന്ന് അറിയിക്കാനായിട്ട് വന്നതാണ്. ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയായിട്ട് ഒരു റീല് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഞാൻ RIP, ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു വരെ ഒരു റീൽസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ. അത് ഞാൻ മാത്രമല്ല, അവന്റെ അക്കൗണ്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാം, അവൻ ഇഷ്ടം പോലെ പേരെ കൊന്ന്. അവൻ ഈ ഡെയിലി ഓരോരുത്തരെ ഇങ്ങനെ RIP അല്ലെങ്കിൽ കൊല്ലുന്നതാണ് അവന്റെ ജോലി. അപ്പം അങ്ങനെ ഒരുത്തൻ വീഡിയോ ഇട്ട് ഏകദേശം അത് ലക്ഷങ്ങളോളം വ്യൂസ്, ലക്ഷങ്ങളോളം ആൾക്കാർ കണ്ട് എല്ലാവരും വിചാരിച്ച് ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒന്നിനും ആക്റ്റീവ് അല്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ കണ്ടവരെല്ലാവരും എന്നെ വിളിക്കുവാണ്, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, ബ്രോ എവിടെയാണ്, എന്തെങ്കിലും പറ്റിയോ, സീരിയസ് ആണോ, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒരുപാട് പേരിങ്ങനെ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരാണ്. ഇതൊക്കെ തന്നെയാണ് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിയിക്കാനായിട്ട്. കാര്യം ഇങ്ങനെ ഒരു സംഭവം ഫേക്ക് ന്യൂസ് ഒക്കെ ഞാൻ അവന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ജസ്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചേക്കാം. നിങ്ങൾ അവന്റെ അക്കൗണ്ടിൽ കയറിയിട്ട് പറ്റുന്നവരൊക്കെ റിപ്പോർട്ട് അടിക്കുക. ഇപ്പൊ ഒരുപാട് പേരെ ഇതുപോലെ കൊല്ലുന്നുണ്ട്. അപ്പം ഇതൊരു ട്രെൻഡായിട്ട് അവൻ എടുക്കുന്നതിന് മുമ്പ് പറ്റുന്നവരൊക്കെ റിപ്പോർട്ട് അടിച്ച് അവന്റെ അക്കൗണ്ട് അങ്ങ് കളയുക. കാര്യം പെട്ടെന്ന് നമുക്ക് അത്രയ്ക്ക് അറിയാന്നുള്ള ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് അവർക്ക് ഞാൻ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോവേഴ്സിനെക്കാളും എന്നെ അടുത്തറിയാന്നുള്ള കുറച്ച് പേരുണ്ടായിരിക്കും. അപ്പൊ അവര് പാനിക്കാവും. കാര്യം ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടുകയും കൂടെ ചെയ്തില്ലെങ്കിൽ അവര് ചിലപ്പം അങ്ങനെ ആയിപ്പോവും. കാര്യം എന്റെ നാട്ടിൽ നിന്ന് നമ്മുടെ പയ്യന്മാരെല്ലാരും കൂടെ എനിക്ക് 2 ദിവസം വയ്യായിരുന്നു. എനിക്ക് ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഞാൻ അവരെ വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, ഉമ്മായി വിളിച്ചും പറഞ്ഞായിരുന്നു. അപ്പം ഇവന്മാര് വിളിച്ചിട്ട് ഞാൻ കോൾ എടുത്തില്ല, എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. ഇവന്മാര് ഭയങ്കര പാനിക്കായി. ഇവന്മാര് വിളിച്ചിട്ട് എന്ത് പറ്റി ബ്രോ, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അവന്മാര് ഭയങ്കര പാനിക്കായി പോയി. പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഇതേപോലെ എനിക്ക് റീൽ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അവന്മാരെ അയച്ചു തന്നപ്പോഴാണ് റീല് കാണുന്നത്. ആ റീലിന് 1 ലക്ഷം വ്യൂസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കുറേ മെസ്സേജുകൾ വരുന്നു, ബ്രോ എവിടെയാണ്, എന്ത് പറ്റിയെന്ന് മെസ്സേജ് വരുന്നു. എനിക്ക് സോഴ്സ് മനസ്സിലായില്ല. ഇവന്മാരെ വിളിച്ച് ഈ റീലും കൂടെ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ച് അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയാതെ ഇരിക്കും എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ. ഇപ്പം എന്തായാലും ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങുന്ന സമയം നമുക്ക് കാണാം. പ്രത്യേക ഒരു അസുഖം പിടിച്ചവനാട്ടെ ഇവന്. കാര്യം ഇവന്റെ ഈ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കാണാൻ പറ്റുന്നത്. അതായത് ഈ ഓരോരുത്തരെയൊക്കെ ഇങ്ങനെ RIP ഇട്ട് വെക്കുക. ചിലപ്പോൾ നാളെ എന്റെ ഫോട്ടോയോ ഇട്ടിട്ട് ഇവൻ ചിലപ്പോൾ ഇടുമായിരിക്കും. ഞാൻ ചിലപ്പോൾ അത്രയ്ക്ക് റീച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല റീച്ചൊക്കെ ആയി കഴിയുകയാണെങ്കിൽ ഇവൻ ചിലപ്പോൾ എന്റെ ഫോട്ടോയോ എടുത്തിട്ടുണ്ട് ഇതേപോലെ RIP അക്രമി എന്ന് പറഞ്ഞിട്ട് ഇവൻ ചിലപ്പോൾ ഇടുമായിരിക്കും. കാര്യം അമ്മാതിരി എടുത്തിട്ടാണ് ഇവന് എല്ലാവരെയും കൊല്ലലാണ് പുള്ളിക്കാരന്റെ പണി. പുള്ളി അപ്പോൾ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ പ്രോക്കള്ളനൊക്കെ പിന്നെ റിയാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് തന്നെ എല്ലാവരും അറിഞ്ഞത്. അപ്പൊ ഇവന് ചിലപ്പോൾ ഒരു പബ്ലിസിറ്റിയാണ് അതുകൊണ്ട് കിട്ടിയത്. ഒരു കണക്കിന് പറഞ്ഞ ഇവനൊരു നെഗറ്റീവായിട്ടാണെങ്കിലും ഇവന് പബ്ലിസിറ്റിയാണ് കിട്ടിയത്. പക്ഷെ ഇപ്പൊ പ്രോകളനെ പോലെ ആളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് എല്ലാവരും പോയിട്ട് അതിനെ റിപ്പോർട്ട് അടിച്ച് കളയാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പൊ എത്ര പേര് റിപ്പോർട്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ അക്കൗണ്ട് ചിലപ്പോൾ പോവായിരിക്കും. ആ പോയിട്ട് ഇവൻ പിന്നെയും ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇവൻ വേറൊരു പേരിനകത്ത് ഈ പണി തന്നെ ഇവൻ ചെയ്യും. കാര്യം ഇതിനെന്താണ് അത്യാവശ്യം നല്ല രീതിക്ക് റീച്ചും കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് ഇപ്പൊ നാളെ കാലത്ത് നിങ്ങൾ ആലോചിക്കും, നാളെ കാലത്ത് നിങ്ങൾ എണീക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറെ കോളും മെസ്സേജും ഒക്കെ തന്നെയാണ്. എന്നിട്ട് എല്ലാവരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ മരിച്ചു പോയോ എന്നാണ് ചോദിച്ചിട്ടിരിക്കുന്നത്. കാര്യം എന്താണ്, ഇതേപോലത്തെ ഒരു അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ ഫോട്ടോയും വെച്ചിട്ട് RIP എന്നിട്ടിട്ട് ഇട്ടേണ്ടിയിരിക്കണാണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ അത്യാവശ്യം റീച്ചൊക്കെ ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരെന്ത് വിചാരിക്കും, പെട്ടെന്ന് അത് ഇത്രയും വ്യൂസ് ഇത്രയും ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും ആൾക്കാർ പെട്ടെന്ന് എന്തായാലും ഒരു നിമിഷമെങ്കിലും അവർ ചിന്തിച്ചു പോകും, ഇവരെന്തെങ്കിലും പറ്റിയോ എന്നൊരു നിമിഷം ചിന്തിച്ചു പോകും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയ്ക്കും റീച്ചും കാര്യങ്ങളൊക്കെ ഇനി കിട്ടുന്നത്. അപ്പൊ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴേക്കും മാക്സിമം എല്ലാവരും റിപ്പോർട്ട് അടിച്ചു വിടാൻ തന്നെ നോക്കട്ടെ. അല്ലെങ്കിൽ ഇതിനൊരു അന്ത്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ അവൻ എത്ര പേരാണ് അവന്റെ ഈ അക്കൗണ്ടിനകത്തുള്ളതെന്ന് അറിയോ? നമ്മുടെ മെസ്സി നിങ്ങൾ ആലോചിക്കണം. മെസ്സി, നമ്മുടെ തൊപ്പി, അതേപോലെ ആസിഫിന്റെ ഒക്കെ ഇതേപോലെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആസിഫൊക്കെ അടിയിൽ വന്ന് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി, തെറി വിളിച്ചിട്ട്
കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പോഴത്തേക്ക് ഇവന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായി, അതായത് റമദാൻ മാസമാണ് തെറി വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലെയൊക്കെ കാണിച്ചിട്ട് തെറി വിളിക്കല്ലേ എന്ന് പറയാൻ കാണിച്ച അവൻ്റെ ആ ഒരു നല്ല മനസ്സുണ്ടല്ലോ, ഓഫ് അതായിരിക്കും കാണാണ്ട് പോരുന്നിട്ട്. അപ്പോൾ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് പറയാനുള്ളതെന്ന് വീഡിയോയുടെ കമന്റ് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബിസി.